ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പോണ്ട് ചെയ്തായിരുന്നു. ആ പോണ്ടിൽ ഇടാൻ വേണ്ടി കുറച്ച് മോളി ഫിഷ്, ചെറിയ ഫിഷസ് മതി, അതിനെ വാങ്ങാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളം സൗത്തിലുള്ള ട്രോപ്പിക്കൽ അക്വറിയത്തിൽ നിന്നാണ് വാങ്ങുന്നത്. നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ, അതുപോലെ ഡിലേ ആകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ ട്രോപ്പിക്കൽ അക്വറിയത്തിലേക്ക് എത്തി. അവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഗൗരാമീസ് കിടപ്പുണ്ട്, അതുപോലെ ഒരുപാട് ഷാർക്ക് കിടപ്പുണ്ട്. വിലക്കുറവിൽ മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങണമെന്നുള്ളവർക്ക് പറ്റിയ ഷോപ്പാണിത്. അതുപോലെ ഏഞ്ചൽസ്, ജെയിൻ ഗൗരാസ് 2 ടൈപ്പ്, ആൽബിനും ഉണ്ട് കേട്ടോ. ആൽബിനും നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട്, നമ്മുടെ ഫേവറേറ്റ് ആണ്. അതുപോലെ കുറച്ച് കുഞ്ഞു മീനും മോളീസൊക്കെ കിടപ്പുണ്ട് അക്വറിയത്തിൽ. അതുപോലെ കളർ ടെട്രാസ്, ഗപ്പീസ്, പിന്നെ ഒരു റെഡ് മീനുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ലേ, ആർക്കും അറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ സിക്ലിഡ്സ് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, നല്ല രീതിയിൽ ഫ്രണ്ട്ലിയാണ് സിക്ലിഡ്സ്. നമ്മൾ ഓസ്കാർക്ക് സിക്ലിഡ്സിൽ പെട്ടുന്നതാണ്. പാരറ്റ് ഫിഷ്, പിന്നെ ചെറിയ കുറച്ച് ഫിഷ്. ഇത് ഗോൾഡ് ഫിഷ് കുഞ്ഞിലോട്ട് ഫേവറേറ്റ് ഉള്ള ഫിഷാണ് ഗോൾഡ് ഫിഷ്, പക്ഷേ എപ്പം മേടിച്ച് കൊടുക്കാൻ ചത്തു. അതുപോലെ തന്നെ പ്ലാനഡ് അക്വറിയം, നമ്മുടെ അക്വറിയൊക്കെ വെച്ചിരിക്കുന്ന സെറ്റപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വരുന്നത് കിടലിനാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാനഡ് അക്വറിയം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ബൗളിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിൽട്രേഷനൊക്കെ നല്ല, നമ്മുടെ ഫിൽട്രേഷൻ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട് പണി എടുക്കുന്നതുകൊണ്ട് വയറ് വലിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫിൽട്രേഷൻ ഒന്നും ആഡ് ചെയ്യാത്തത്. ഫിൽട്രേഷനൊക്കെ വെച്ച് പ്ലാന്റ്സൊക്കെ വെച്ച് അക്വറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫിൽറ്ററൊക്കെ ഉള്ള ഒരു അക്വറിയം, അതിപ്പോൾ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഫിൽറ്ററൊന്നും ഇല്ലാതെ ഫിൽറ്ററൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ദബായി ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ജെയിൻ ഗൗരനെ പിടിച്ചത്. ആൽബിനും ആണേ. നമ്മുടെ പോണ്ടിൽ കുറച്ച് ജെയിൻ ഗൗരസ് കിടപ്പുണ്ടെങ്കിൽ പോലും അത് ആൽബിനും അല്ല, ബ്ലാക്ക് ഐ ആണ്. ആൽബിനും ഒരെണ്ണേ ഉള്ളൂ. പിന്നെ റെഡ് ടൈലിൻ്റെ ഒരു പീസ് വലുത് കിടപ്പുണ്ട്. അതുപോലെ പിന്നെ ബാക്ക് മൊത്തം ബ്ലാക്കാണ്, നോർമലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആൽബിനും എടുക്കണമെന്ന് താല്പര്യം കൊണ്ട് നമ്മൾ എടുത്തതാണ്. ഇപ്പോൾ ഇവനെ നമ്മളെടുത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരെ വേറെ എക്സ്ട്രാ എടുത്ത് കേട്ടോ, പിന്നെ സെപ്പറേറ്റ് കവറിലാക്കിയത് ലാസ്റ്റ് എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളത് വീട്ടിൽ ചെന്നിട്ട് ആദ്യമേ റിലീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡ് മോളീസാണ്. റെഡ് മോളീസ് അധികം നേരം അവരെ കിടത്തണ്ട അതിൻ്റെ അടുത്ത്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫിഷസാണ്, ഇമ്മ്യൂണിറ്റിയൊക്കെ കുറവായിരിക്കും പൊതുവെ ഇവർക്ക്. അപ്പോൾ ആദ്യമേ അവരെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗൗരാമിയൊക്കെ റിലീസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് ബ്രീഡർ വളർത്തുകയാണെങ്കിലും സാധനത്തിൻ്റെ ക്വാളിറ്റി എല്ലാം പക്കായാണ്. ആ ടാങ്കി ഇപ്പം കിടക്കുമ്പോഴേക്കും ക്ലൗഡി വാട്ടർ ആയതുകൊണ്ട് കാണാൻ ഭംഗി ഉണ്ടാകത്തില്ല. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഇവരുടെ വീഡിയോ സെപ്പറേറ്റ് കാണിച്ചു തരാം. അപ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും കാണാൻ. ടാങ്കിലെ വെള്ളമോട്ടൊക്കെ സെറ്റായി ഫീഡൊക്കെ എടുക്കാൻ തുടങ്ങിയ ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് അവരെ കാണിച്ചിട്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ക്ലൗഡി വാട്ടറാണ്. ആമ്പൽ വെച്ചിട്ടുണ്ട്, ആമ്പൽ പിടിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മുടെ ജെയിൻ ഗൗരാസിന് 2 പാക്കറ്റിലാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇടാൻ പോണ യുവന്മാരുടെ കൂട്ടത്തിലാണ്, റെഡ് ടൈലിൻ്റെയും ഫ്ലോറിഡ ഗാർ ഓസ്കാറിൻ്റെ കൂട്ടത്തിലാണ്. യുവന്മാരുമായിട്ട് എങ്ങനെയാണ് സെറ്റാവുമെന്ന് അറിയാൻ പാടില്ല, പക്ഷേ നോക്കാം. കറക്റ്റ് പറഞ്ഞാൽ റെഡ് ടൈലിൻ്റെ വായി കയറാവുന്ന സൈസ് ആയിട്ടുള്ള യുവന്മാർക്ക് കറക്റ്റ് ഒരു 4-5 ഇഞ്ച് സൈസ്. ഈ സൈസ് റിസ്ക്കാണ് ഇടണമെങ്കിൽ പോലും നമുക്ക് റെട്ടൈൽ കമ്മ്യൂണിറ്റി ടാങ്കിൽ കിടന്ന് സെറ്റായത് കൊണ്ട് റെട്ടൈൽ കാറ്റ്ഫിഷിൻ്റെ കൂടെ നമുക്ക് ഇടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. യുവന്മാരായിട്ട് പരീക്ഷിച്ചിട്ട് വേണം നമുക്ക് യുവന്മാരുടെ കൂട്ടത്തിൽ 2 പേർ കൂടി ആഡ് ചെയ്യാനുണ്ട്. റെട്ടൈൽ ജെയിൻ ഗൗരി എന്ന് പറയുന്നത് ഗൗരാമി 2 നമ്മളെ കിടപ്പുണ്ട്. ഇതൊരു ഷോർട്ട് ബോഡിയാണെന്ന് തോന്നുന്നത്, വലിയ നീട്ടമില്ല ഇവർക്ക്. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ഷോർട്ട് ബോഡി ഗൗരാമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫസ്റ്റ് എടുത്തത് എല്ലാം അതല്ല കേട്ടോ, പക്ഷേ ഫസ്റ്റ് എടുത്തത് മാത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഇവർ വളർത്തി വലുതാക്കി നല്ല രസമായി, ഇവർ വളരെ ഫ്രണ്ട്ലി ആവും. ഞാൻ വിസിലടിച്ചാൽ വീട്ടിലുള്ള ഗൗരമയ്ക്കൊക്കെ തീറ്റ കൊടുക്കാറ് സാധാരണ. വിസിലടിക്കുമ്പോൾ അവർ വരും, അവർക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഇവരെ കറി വെച്ച് കഴിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് കരിമീൻ്റെയൊക്കെ ഒരു സ്വാദാണെന്നാണ്. പക്ഷെ നമ്മളിതുവരെ കറി വെച്ചിട്ടില്ല, നമ്മൾ വളർത്തുന്ന മീനുകളെ കറി വെക്കാറില്ല. നമ്മൾ 5 എടുത്തായിരുന്നു, ഒരു ചാടി താഴെ പോയി നമ്മുടെ നെഞ്ച് കിടക്കും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എറണാകുളം വരെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. വണ്ടി ഞാൻ ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടി ഇച്ചിരി കൈ ടൈറ്റാക്കി പിടിച്ചപ്പോൾ അതിൻ്റെ കൂടി സ്കിപ്പ് ചെയ്ത് പോയപ്പോഴേക്കും വണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. ഇവരെല്ലാവരെയും റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവരുടെ ഒരു നല്ല വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ഈ സന്ധ്യ ഏകാറായി, വൈകിട്ടൊരു 4 മണി 4 ടൈമാണ്. അപ്പോൾ ഇവരിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇവർ നോക്കി കഴിയുമ്പോഴേക്ക് നമുക്കൊരു വീഡിയോ എടുക്കാം. ഇരുട്ട് വീഴുന്നതിന് മുന്നേ ആയിട്ടൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണിച്ചു തരാവേ.
അത്യാവശ്യം ഒരു സെറ്റായിട്ടുണ്ട്. റെഡ് ഗെയിൻ ഗൗരിയാണ് ആ മുകളിൽ തീറ്റ എടുത്തുകൊണ്ടിരിക്കുന്നത്, ബ്ലാക്ക് കളറിൽ. വൈറ്റ് ഇവന്മാർ സെറ്റായിട്ടുണ്ട്, തീറ്റയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അധികം പേടിച്ചിട്ടില്ല, അവർ അത്യാവശ്യം സെറ്റാണ്. ഓസ്കാറൊന്നും ചെയ്തില്ല, റെഡ് ടൈൽ ഒന്നും ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കാം. ഇതുവരേക്കും കുഴപ്പമില്ല, നമുക്കറിയാൻ പാടില്ല. കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു പരീക്ഷണത്തിലിട്ടിരിക്കുക. എന്തായാലും കഴിച്ചാലും ഞാൻ എന്തായാലും ഡെയിലി ഒന്ന് നോക്കും, കഴിച്ചാലും നോക്കും. ഒറ്റെണ്ണത്തൊക്കെ എടുക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ, അതിനുള്ളിൽ ഞാൻ എന്തായാലും മാറ്റും. റിട്ടേൺ വലിയ കുഴപ്പമില്ലാതെ ഇട്ട് നടക്കണത്. പിന്നെ മാത്രമല്ല, നമ്മൾ വിശന്ന് നിൽക്കാൻ വേണ്ടി സമ്മതിക്കാറില്ല റിട്ടേൺ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഹണ്ട് ചെയ്ത് കഴിക്കേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് നോക്കാം. ഏതാണ് നമ്മുടെ റെട്ടൈലിൽ റിലീസ് ചെയ്തത്. റെട്ടൈലിന് റെഡായി. ആൽബിനുകാർ ഇതേ റെട്ടൈൽ ജെൻഗോരിയാണ് ആ ബ്ലാക്ക് കളറിൽ പോയത്, പറ്റുള്ളി പോയത്. ഓസ്കാറാണ് നമ്മുടെ ടാങ്കിലെ ഹൈലൈറ്റ് നമ്പർ. ഇവനാണ് എല്ലാവരെയും കമ്പനി ആക്കിയത് മെയിനായിട്ട്. കാരണം ബാക്കി എല്ലാവരും പേടിയായിരുന്നു. ഇവൻ ഞാനോട്ട് കമ്പനി ആകാനുണ്ട്, പൊതുവെ ബാക്കി എല്ലാവരും കൂടി കമ്പനി ആയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ടാങ്ക് മേറ്റ്സിന് ആഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉപകാരം അതാണ്. നമ്മുടെ ടാങ്ക് മേറ്റ്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഫിഷസിൻ്റെ സ്ട്രെസ്സും കുറയും. അതുപോലെ തന്നെ ടാങ്ക് മേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ആക്ടിവിറ്റീസ്. ആക്റ്റീവ് ആകും ഫിഷ് നല്ലപോലെ. അപ്പോൾ നല്ല ടാങ്ക് മേറ്റ്സിനെ നോക്കിയാൽ എല്ലാത്തിനെയും ആഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. നല്ല ടാങ്ക് മേറ്റ്സിനെ നോക്കി എപ്പോഴും ടാങ്കിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ടാങ്ക് മേറ്റ്സിൻ്റെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള മോൺസ്റ്റർ ഫിഷിൻ്റെ ക്യാരക്ടറും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മോൺസ്റ്റർ പരിപാടി കാണിക്കാതെ റെട്ടൈൽ നമ്മുടെ ഗൗരാമിയെ ഒന്നും ചെയ്യത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് ഇവർക്കുള്ള ഫീഡ് കൊടുത്തില്ല. നമുക്ക് ബാക്കി കുറച്ച് ഗൗരാമീസ് പഴയത് കിടപ്പുണ്ട്, അവർക്ക് നമ്മൾ തീറ്റ കൊടുക്കാതിരുന്നാൽ മോശമാണ്. കാരണം നമ്മൾ പുതിയവർ വരുമ്പോൾ വരെ പഴയ ആൾക്കാരെ മറക്കാൻ പാടില്ലല്ലോ. നമുക്ക് അവർക്കും കൂടി തീറ്റ കൊടുക്കാം. നമ്മുടെ മുകളിൽ ചാടിപ്പോയായിരുന്നു ഒരെണ്ണെ. ചാടി ഞാൻ പിടിച്ചിട്ട്. അപ്പോൾ ഈ പോകാതിരിക്കാൻ വേണ്ടി വലയൊക്കെ കെട്ടിയിട്ടുണ്ട്. വൈകുന്നേരം സൂര്യാസ്തമനത്തിലിരിക്കുകയാണ്. നമ്മുടെ പറമ്പിൽ കപ്പ മരത്തേലൊരു കപ്പ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അതെന്തോ കടിച്ചതാണ്, അണ്ണാനോ മറ്റോ എന്തോ ഇച്ചിരി കടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നമുക്ക് ജെയിൻഗൗരൊക്കെ തീറ്റ കൊടുക്കാം. നമ്മുടെ കുളത്തിൽ കിടക്കുന്ന ഒരു വലിയ സൈസ് അവരത് കട്ട് ചെയ്ത് കഴിച്ചോളും നല്ലപോലെ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അവർക്ക് ഫീഡ് ചെയ്യാനാണ്. ഇതിൻ്റെ എല്ലാ ചേമ്പിലയൊക്കെ ഫീഡ് ചെയ്യാനാണ്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ അവർ കടിച്ചു തന്നോളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും കൂടി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് കടിച്ച പോർഷൻ നമുക്കൊരു പരിപാടിയുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് എടുത്തിട്ട്, ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയ പീസിലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഗപ്പിക്ക് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഗപ്പി കപ്പങ്ങയൊക്കെ കഴിക്കും. ഇപ്പോൾ കണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർ തിന്നാൻ വേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് അതിന് ജെയിൻഗൗരൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് വരാം. പിള്ളേർ വന്നിട്ടാണ് ഞാൻ വിസിലടിച്ച് വരുത്തുകയാണേ. ഇവർക്ക് നമ്മളെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് നമ്മളെ പേടിയില്ല. നമ്മൾ വിളിക്കുമ്പോഴേക്കും ഓടി വരികയും ചെയ്യും, നമ്മളതിന് ഫീഡൊക്കെ മേടിക്കും. പക്ഷെ നമ്മളൊന്ന് അനങ്ങി അപ്പം പേടിച്ച് ഓടുകയും ചെയ്യും. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് വെച്ച ഫുഡൊക്കെ ദഹിക്കാൻ വേണ്ടി പൂച്ചയും നമ്മുടെ പട്ടി സാറൊക്കെ ആക്റ്റീവായിട്ട് വന്ന് വാതിക്കലൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റിന് മുന്നത്തെ ജനറേഷനിലെ പൂച്ചക്കുഞ്ഞാണേ. ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കൈയ്യായിട്ടും കാലായിട്ടും നമുക്ക് കടിക്കും തീറ്റ കിട്ടാൻ വേണ്ടി. കാലേ വന്ന് കടിക്കും, അതിനൊരു പ്രത്യേകത. ഞാൻ നിങ്ങളോട് കുറച്ചും പറഞ്ഞില്ലേ, ഗപ്പീസ് തീറ്റ കൊടുക്കാൻ വേണ്ടിയാണ്. കണ്ടില്ലേ ആ കപ്പങ്ങ കടിച്ച പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് ഗപ്പീസ് കഴിക്കണുണ്ടല്ലേ. അതുപോലെ ഗപ്പീസിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വാൽമാക്രി കൂട്ടങ്ങളുണ്ട് കേട്ടോ. അവരെ നമ്മൾ പിടിച്ച് മാറ്റാറൊന്നുമില്ല, കാരണം മിക്സഡ് ഗപ്പീസാണ്. എനിക്ക് വലിയ കുഴപ്പമായിട്ട് ഇവിടെ തോന്നാറില്ല. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇപ്രാവശ്യത്തെ വീഡിയോ. അപ്പോൾ തുടർന്നും ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ടിൽ ദെൻ ബൈ ബൈ.